എല്ലാവർക്കും നമസ്കാരം. ഭസ്മധാരണം എന്തിന്? ഇതാണ് വിഷയം. കുളിയും തേവാരവും എന്ന പോലെ ഭസ്മധാരണവും നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പൂർണ്ണ വിശ്വാസത്തോടെ ഒരു നുള്ളു ഭസ്മം നെറ്റിയിൽ ചാർത്തിയിട്ടേ പഴമക്കാർ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാറുണ്ടായിരുന്നുള്ളൂ. പ്രാർത്ഥനയിൽ വിശ്വാസത്തിനുള്ള അതേ സ്ഥാനം ഭസ്മത്തിൽ ഔഷധാംശത്തിനും ഉണ്ട്. ഭസ്മനിർമ്മാണത്തിന് കാലാന്തരത്തിൽ മാറ്റങ്ങൾ ഏറെ വന്നെങ്കിലും വിശുദ്ധ ഭസ്മവും ഇല്ലാതില്ല. പുല്ല് മാത്രം തിന്നുന്ന പശുവിൻ്റെ ശുദ്ധമായ ചാണകം ശിവരാത്രി നാളിൽ ഉമിയിൽ ചുട്ടെടുത്ത് കിട്ടുന്ന ഭസ്മം വെള്ളത്തിൽ കലക്കി ഊറിയത് വീണ്ടും ഉണക്കി ശിവന് അഭിഷേകം ചെയ്ത ശേഷമാണ് സാധാരണ ഭസ്മം നെറ്റിയിൽ ചാർത്താനായി സൂക്ഷിച്ചു വയ്ക്കുന്നത്. ഭസ്മം നനച്ചോ നനയ്ക്കാതെയോ ധരിക്കാറുണ്ട്. ഇങ്ങനെ കുറിയിട്ടാൽ ശരീരത്തിലെ ദുർനീര് വലിച്ചെടുക്കാനും ശരീര ഊഷ്മാവ് കുറച്ച് ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഭസ്മത്തിന് ശക്തിയുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ത്യാഗത്തിൻ്റെ മൂർത്തിയായ ശിവൻ സന്തോഷിക്കാൻ ഏറെ ഉത്തമമാണെന്നാണ് ഭസ്മത്തെ പറ്റിയുള്ള ഹൈന്ദവ സങ്കല്പം. നെറ്റി, കഴുത്ത്, തോള്, മുട്ട്, കാലിൻ്റെയും കൈയിൻ്റെയും ആണി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഭസ്മം സാധാരണയായി ധരിക്കേണ്ടതെന്നും പറയപ്പെടുന്നുണ്ട്. ഭസ്മം നനച്ച് തേക്കുന്നതിലൂടെ ശരീര ഊഷ്മാവ് താഴുന്നത് കാരണം പനി പിടിപ്പെടുന്നവരുടെ നെറ്റിയിൽ നനച്ച ഭസ്മം ഇട്ടാൽ പനി കുറയുന്നതായി കാണാവുന്നതാണ്. ഔഷധച്ചെടികൾ ശുദ്ധ പശുവിൽ നെയ്യിൽ ഹോമകുണ്ഡത്തിൽ ഹവനം ചെയ്ത ശേഷം ബാക്കി വരുന്നതിനെയാണ് വിശുദ്ധ ഭസ്മം എന്ന് വിളിച്ചു വരുന്നത്. അതുകൊണ്ട് ഭസ്മധാരണത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഭസ്മം ധരിക്കുന്നതിലൂടെ നമുക്ക് മഹാദേവൻ്റെ അനുഗ്രഹവും ധാരാളമായി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതിന് മുമ്പായി എല്ലാവരും ഭസ്മം ധരിക്കുക. ശുദ്ധമായ ഭസ്മത്തിന് വളരെയധികം ഗുണങ്ങളുണ്ട്. അത് നമ്മുടെ ശരീര ഊഷ്മാവിനെ നിയന്ത്രിക്കാനും എല്ലാ കാര്യങ്ങൾക്കും വളരെ ഉത്തമമാണെന്ന് നമുക്ക് മനസ്സിലായി. എല്ലാവർക്കും നമസ്കാരം.